സിൽവർ ലൈൻ പദ്ധതിക്ക് ബദലായി റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം മാതൃകയിൽ അതിവേഗ റെയിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്ന് സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഗതാഗത വകുപ്പ് പുറത്തിറക്കി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ആദ്യഘട്ടത്തിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. 63,941 കോടി രൂപയാണ് സിൽവർ ലൈന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കണക്കാക്കിയിരുന്നത് എങ്കിൽ 1,92,780 കോടിയാണ് പദ്ധതിയുടെ ചെലവ് കണക്കാക്കുന്നത്. ബഡ്ജറ്റിലടക്കം അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ കേരളത്തെ കേന്ദ്രം അവഗണിച്ചപ്പോഴാണ് സംസ്ഥാനം ഉത്തരവിറക്കിയത്. ഘട്ടം ഘട്ടമായി കാസർഗോഡ് വരെ പദ്ധതി പിന്നീട് നീട്ടുമെന്നാണ് വിവരം. റിസർവേഷൻ ആവശ്യമില്ലാത്തതും നിശ്ചിത സമയത്തിനിടയിൽ ഇരുദിശയിലും ട്രെയിൻ ഓടുകയും ചെയ്യുന്ന സംവിധാനമാണ് ചർച്ചകളിലുള്ളത്. തൂണുകളും വയഡക്റ്റുകളും വഴി പാതയുടെ കൂടുതൽ ഭാഗവും കടന്നുപോകുന്ന നിർമ്മാണ രീതിയാണ് പദ്ധതിയിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഡൽഹി മീററ്റ് റാപ്പിഡ് റെയിൽ നടപ്പാക്കിയ നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് കർണാടകയിൽ സമാനമായ പദ്ധതിക്ക് DPR തയ്യാറാക്കുന്നത്. NCRTCയുമായി കേരളം അനൌദ്യോഗിക ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോയും റാപ്പിഡ് റെയിലിന് ഏജൻസിയെ കണ്ടെത്തിയിട്ടുണ്ട്. ജനസാന്ദ്രതയും പദ്ധതി പ്രശ്നങ്ങളും കണക്കിലെടുത്ത് ഭൂമി ഏറ്റെടുക്കൽ കുറയ്ക്കുന്നതിനായി തൂണുകളിലൂടെയുള്ള പാതയ്ക്കാണ് മുൻഗണന. മെട്രോ പദ്ധതിക്കായി 10,000 കോടി രൂപ ചെലവ് വരുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കണക്കിലെടുക്കുമ്പോൾ 1.82 കോടി രൂപയെങ്കിലും റാപ്പിഡ് റെയിലിന് വേണ്ടിവരും. മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് പദ്ധതി നടത്തിപ്പിന് ഗതാഗത വകുപ്പ് ഉത്തരവിറക്കിയത്. പദ്ധതി ചെലവിന്റെ 60% വായ്പയായി കണ്ടെത്തും. ശേഷിക്കുന്ന 40% സംസ്ഥാനവും കേന്ദ്രവും തുല്യമായി പങ്കിടണം. പദ്ധതി അനുകൂല നിലപാട് ഇതുവരെ കേന്ദ്രം എടുത്തിട്ടില്ല. ഡൽഹി മീററ്റ് റാപ്പിഡ് റെയിൽ മാതൃകയാക്കിയാണ് സംസ്ഥാന സർക്കാരും നീങ്ങുന്നത്. 12 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ഉത്തരവിൽ പറയുന്നു. തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ റെയിലുകളുമായി ബന്ധിപ്പിക്കാനാകും. ഭാവിയിൽ അയൽ സംസ്ഥാനങ്ങളിലേക്കും റാപ്പിഡ് റെയിൽ ബന്ധിപ്പിക്കാം. പാലക്കാട് നിന്ന് കോയമ്പത്തൂരേക്കും തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്കും പാത നീട്ടാം. 588 കിലോമീറ്റർ പാതയെ ട്രാവൻകൂർ ലൈൻ, മലബാർ ലൈൻ, കണ്ണൂർ ലൈൻ, കാസർഗോഡ് ലൈൻ എന്നിങ്ങനെ 4ആയി തിരിച്ചാണ് നിർമ്മാണം. ഇതിൽ 284 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ട്രാവൻകൂർ ലൈൻ 2033 പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. അതേസമയം പൊതുബജറ്റിൽ പ്രഖ്യാപിച്ച അതിവേഗ റെയിൽ ഇടനാഴിയുടെ ഗുണം കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു. എന്നാൽ റെയിൽവേ ഇടനാഴി കേരളത്തിലൂടെ കടന്നു പോകുമോ എന്ന ചോദ്യത്തിന് മന്ത്രി കൃത്യമായ മറുപടി നൽകിയില്ല. പകരം മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകില്ലേ എന്നും അപ്പോൾ അവർക്ക് അതിവേഗ റെയിൽ ഇടനാഴിയുടെ ഗുണം ലഭിക്കില്ലേ എന്നുമാണ് മന്ത്രി ചോദിച്ചത്. ബജറ്റ് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് സംസ്ഥാന സർക്കാരിന്റെ സഹകരണം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 7 റെയിൽവേ ഇടനാഴികളെക്കുറിച്ച് വാർത്താ സമ്മേളനം നടത്തിയ അദ്ദേഹം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ നേട്ടമാണെന്നും വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടു. കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേരു പറഞ്ഞാണ് നേട്ടമുണ്ടാകുമെന്ന് പറഞ്ഞത്. ഇതോടെ കേരളത്തിന് ഇതെങ്ങനെ നേട്ടമാകുമെന്നും കേരളത്തിലൂടെ ഇടനാഴി കടന്നു പോകുമോ എന്നും അദ്ദേഹത്തോട് ചോദിച്ചു. അതിനാണ് അദ്ദേഹം മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവർക്കിത് ഗുണം ചെയ്യുമെന്ന് മറുപടി നൽകിയത്. അതേസമയം കേരളത്തിലൂടെ ഈ റെയിൽ ഇടനാഴി കടന്നു പോകില്ല എന്നാണ് റെയിൽവേ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അശ്വിനി വൈഷ്ണവ് ഡൽഹിയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. എന്നാൽ അതിവേഗ റെയിൽപാത വിഷയത്തിൽ മെട്രോമാൻ ഇ ശ്രീധരനെ പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരുന്നു. അതിവേഗ റെയിൽ പദ്ധതികൾക്കായി ശ്രീധരൻ ഇപ്പോൾ ഓഫീസ് തുറന്നതിനെ അടക്കം മുഖ്യമന്ത്രി പരിഹസിക്കുകയായിരുന്നു. മുൻപ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വിജയിക്കുന്നതിന് മുൻപേ MLA ഓഫീസ് തുറന്ന ആളാണ് ശ്രീധരനെന്നും താൻ മുഖ്യമന്ത്രിയാകുമെന്നുവരെ അദ്ദേഹം അന്ന് സ്വയം പ്രഖ്യാപിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കെയറെയിൽ പദ്ധതിയുടെ അംഗീകാരത്തിനായി സംസ്ഥാനം ഒരുപാട് ശ്രമിച്ചിരുന്നു. കെയറെയിൽ അല്ലെങ്കിലും കുഴപ്പമില്ല, ഏത് രീതിയിലായാലും ജനങ്ങൾക്ക് വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമല്ലെങ്കിൽ അതിവേഗ ട്രെയിൻ വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.